കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇത് രണ്ടും കൂടി ഇതെങ്ങോട്ടാ പോകുന്നത്? ഏയ് നിക്ക്. ചാടിക്കേറി എങ്ങോട്ടാ? ഓ ചോദിച്ചു. ഒരു വഴിക്ക് പോകുമ്പോ ചോദിക്കാൻ പാടില്ല എന്നറിയില്ലേ? അപ്പോട്ടെ, ചോദിച്ചു പോയതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേക്കാം. ദേവേട്ടനും ഞാനും അമ്പലത്തിൽ പോവാ. അമ്പലത്തിലേക്കോ? അപ്പൊ അമ്മ? അതെല്ലോ, അമ്മ തന്നെയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് എന്നെ ഇപ്പൊ കൂട്ടിക്കൊണ്ടു പോന്നെ. ജാനകി, ആ ഇതാ വരുന്നു ദേവേട്ടാ. ഏയ് നിക്ക് നിക്ക്, ഞാനിതേ വന്നു. പോലെ പോലെ ഞാനിതേ വന്നു. അമ്മ വിളിച്ചോണ്ട് പോവാൻ പറഞ്ഞത് മാളവികയല്ലേ? എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടാ? ഈ മരം വണ്ടി എന്തെടുക്കുവാ? മാളവികേ, 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 മാളവിക, മാളവികേ. വരൂ മാഡം, ഇറങ്ങി വാ. എന്റെ പൊന്നു മേഡം, ഫോണൊന്ന് മാറ്റിവെക്ക്. ആ നമ്പറിൽ ആരും എടുക്കുന്നില്ലല്ലോ. ആരെങ്കിലും എടുത്തോളൂ. ഇറങ്ങിപ്പോ തൊട്ട് മാഡം ട്രൈ ചെയ്യുന്നല്ലേ, ആരും ഫോൺ എടുത്തില്ലല്ലോ. എങ്ങനെയെങ്കിലും വൈദേഹിയോട് സംസാരിച്ച് എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞേ പറ്റൂ. കിട്ടുന്നവരെ വിളിക്കും. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പണി നോക്ക്. മാഡത്തിന് പണിയുണ്ട്, ഒന്ന് വാ. മേഡം, ദേ അയാള്. ഗുഡ് മോർണിംഗ് കിഷോർജി. എങ്ങനെയുണ്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ? ഏത് അറേഞ്ച്മെന്റിന്റെ കാര്യം പറയുന്നേ? ഞാൻ എന്താ വിഡ്ഢിയാണെന്ന് കരുതിയോ? അയ്യോ, അതെന്തു വർത്തമാനോ? ഡെക്കറേഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ തന്നെയല്ലേ ചെയ്തത്? എന്ത് ഡെക്കറേഷൻ? ഡെക്കറേഷൻ കൊണ്ട് ഫംഗ്ഷൻ നടക്കുവോ? ഇതിനെയാണോ ഡെക്കറേഷൻ എന്ന് പറയുന്നത്? സാരില്ല, ഇതൊക്കെ പോട്ടെ. കാലത്ത് 7 മണിക്ക് ടിഫിൻ പറഞ്ഞിട്ട് കിട്ടിയപ്പോ 9 മണി. പൊറോട്ട പറഞ്ഞിട്ട് വന്നത് ഇഡലി, ചിക്കൻ കറി പറഞ്ഞിട്ട് ചമ്മന്തി. കിട്ടിയത് കഴിക്കാന്ന് വെച്ചാ വിളമ്പാ തിന്നവരെ കഴിച്ചിട്ട് പ്ലേറ്റ് എടുക്കാൻ കണ്ടില്ല. പോയി മര്യാദക്ക് പണിയെടുക്ക്. കിഷോർ പോടോ. ഏയ്, എന്തു പറ്റി? ക്ലീനിങ്ങിന് ആള് നിർത്തിയില്ലേ? 4 പേരെ നിർത്തിയിരുന്നു, 2 പേരെ വന്നുള്ളൂ. എന്നാ പെട്ടെന്ന് വേഗം 2 പേരെ വിളിച്ചോണ്ട് വരാൻ നോക്ക്. അല്ലെങ്കിൽ അയാൾ നമ്മളെ കൊണ്ട് തന്നെ പാത്രം വരെ കഴിയിപ്പിക്കും. ക്ലീനിങ്ങിന് ഒരു പെണ്ണ് ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? എന്താ അതിന്റെ പേര്? മാഡം. യെസ്, ആ പെണ്ണിനെ ഒന്ന് വിളിച്ചു നോക്ക്. പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. നോക്ക്. ഹലോ, മാഗി ഇവന്റ് മാനേജ്മെന്റിൽ നിന്ന് ഇന്ദുവാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോലി വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? വന്നിരുന്നു. ഇപ്പൊ ഞാനൊരു അഡ്രസ് അയച്ചു തരാം. എത്രയും പെട്ടെന്ന് അവിടേക്ക് വന്നേക്ക്. അച്ഛമ്മ കാശ് അയച്ചു തരാന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ പണിക്ക് പോകുന്ന? എന്റെ അമ്മോ, അച്ഛമ്മ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പ് 2 വട്ടം എന്നെ പറ്റിച്ച ആളാ. ജോലി ചെയ്താ കൈയോടെ കാശും മേടിച്ചു പോരാ. ഓട്ടോ വിളിച്ചിട്ടുണ്ട് മാഡം, ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ്. വലിയ കുഴപ്പമില്ലാതെ ഇത് തീർക്കാൻ നോക്ക്. ഒരു വിധത്തിലും ഒരു കംപ്ലൈന്റും ഉണ്ടാവരുത്. ഇറങ്ങുമ്പോ കിഷോറിന് 5 രൂപ കൂടുതൽ തരാൻ തോന്നിക്കണം. വൈദേഹിയോ? എന്നുവെച്ചാ വൈദേഹി ഇവിടെ വന്നിട്ടുണ്ടോ? മാഡം, വൈദേഹി, വൈദേഹി. മാഡം, ഒരു കംപ്ലൈന്റ് ഉണ്ടാവാൻ നോക്കണം എന്നിട്ട് ആള് പോയി. വാ. വൈദേഹി, പറഞ്ഞോളൂ. നിങ്ങള് വൈദേഹിയാണോ? അതേലോ. സോറി, ഞാൻ വിചാരിച്ച വൈദേഹി നിങ്ങളല്ലായിരുന്നു. ഓക്കെ. എന്നിട്ട്
മാഡം, ഈ വൈദേഹി ഭ്രാന്തി ഇതുവരെ മാറിയില്ലേ? അവർക്ക് വേണ്ടി ഇപ്പൊ തന്നെ ഒത്തിരി ചെയ്തുല്ലോ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതൊരു വലിയ കഥയാ. അച്ഛനും അമ്മ ആരാണെന്നറിയില്ല, മുഖം പോലും മാറിപ്പോയി. അരികെ തന്നെ ഭർത്താവ് ഉണ്ടായിട്ടും ഭാര്യയാണെന്ന് പറയാൻ പറ്റില്ല. കഥയിൽ എത്രയെത്ര ടെസ്റ്റുകളാ നോക്ക്. അവളുടെ അച്ഛനെയും അമ്മ ആരാണെന്നറിയാൻ ഒരു തെളിവ്, ഒരു ചെറിയ തെളിവ് മാത്രം കിട്ടിയാ മതി. നീ എന്റെ മനസ്സിൽ പതിഞ്ഞല്ലോ, എന്റെ ഉള്ളിൽ നീ വന്നല്ലോ, കാറ്റത്തെ പൊൻതൂവൽ പോലെ വന്നു, കനവിൽ വന്നെന്റെ കരളിൽ നിറഞ്ഞു, ലാല സ്വന്തമായി എന്റെ ഹായ് ചേച്ചി. എടി 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 മരം മണ്ടി, കഴുതരാഗം പാടിക്കൊണ്ട് ഇവിടെ കറങ്ങി നടന്നാ മതിയോ? ദേവേട്ടൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുക. വന്നിട്ട് ഷുറന്ന് ബൈക്കിൽ കയറി പറക്കുമല്ലോ. ഇനി എവിടാടി ദേവേട്ട്? നീ ഇവിടെ പാട്ടും പാടി നിൽക്കുമ്പോ ജാനകി അവനെയും പൊക്കിക്കൊണ്ട് ബൈക്കിൽ കയറി പറന്നു കഴിഞ്ഞു. ദേവേട്ടൻ മുറിക്കകത്തല്ലേ, ജാനകി എവിടുന്ന് വരാനാ? നീ പോടി മണ്ടി. അവനും അവളും കൂടി പുറത്തു പോയിട്ട് കുറെ നേരം കഴിഞ്ഞു. ഇല്ല ചേച്ചി, ദേവേട്ടൻ അകത്ത് തന്നെ ഉണ്ടെന്നേ. പാട്ടും പാടിക്കൊണ്ട് അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക. ചെവിയോർത്ത് നോക്ക്. ദേവേട്ടനല്ലേ പാടുന്നേ? നീ ഒന്ന് പോകുന്നുണ്ടോ? അവനും അവളും കൂടി ബൈക്കിൽ കയറി പോകുന്ന ഞാൻ കണ്ടതല്ലേ, പിന്നെ എങ്ങനെ അകത്തുണ്ടാവും? ഇതാ ജാനകിയുടെ എന്തോ പ്ലാനാ. നോക്ക്. ഞാൻ കരുതിയത് ദേവേട്ടൻ അകത്തുണ്ടാവുന്ന. അവൾ അവനെയും കൊണ്ട് കടന്നെന്ന് പറഞ്ഞപ്പോഴും നിനക്കെന്നെ ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. ദേവന്റെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് നിന്നെ കേൾപ്പിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ട് അവള് ദേവനെയും കൊണ്ട് കടന്നു കളഞ്ഞു. കാവൽക്കാരിയെ പോലെ നിന്നെ അവള് പുറത്തു നിർത്തി. എന്നിട്ടിപ്പോ അവനെയും കെട്ടിപ്പിടിച്ച് അവള് പറക്കുന്നുണ്ടാവും. എത്ര വലിയ ചതി അവള് ചെയ്തത്. അയ്യോ അല്ല, നീ എത്ര വലിയ മരം മണ്ടിയാന്ന് തെളിയിച്ചതാ. എന്നെ തൊട്ട് കളിച്ചാത് എത്ര അപകടമാണെന്ന് ഇനി അവള് മനസ്സിലാക്കിക്കോളും. ഇവിടെ മുഴുവൻ ആൾക്കാരാണല്ലോ. ഈ കിഷോറിനെ ഞാൻ എവിടെ പോയി പിടിക്കും? കിഷോറേ. നീ അകത്ത് വയ്ക്കോ. എന്താ നിങ്ങളുടെ പ്രശ്നം? കണ്ടല്ലോ എല്ലാം. വീട് മുഴുവൻ വിരുന്നുകാരാ. എന്ത് ചെയ്യാനാ കിഷോറേ, അത്യാവശ്യമായി പോയി. സാരില്ല. എവിടെ സാധനം കാണട്ടെ, കണ്ടിട്ട് പറയാം. എത്ര കിട്ടുമെന്നൊക്കെ. ഇതാ സാധനം. ഇതിന് നല്ല വില കിട്ടൂലേ? സാധനം കൊള്ളാലോ. അകത്തേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. മാഡം, എന്താ മാഡം നോക്കുന്നേ? ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. ആ കിളവി കിഷോറിനെ എന്തോ ഒന്ന് കാണിച്ചു.
അത് ആരും കാണരുതെന്ന മട്ടിലാണല്ലോ കിളവി അയാള് അകത്തോട്ട് വിളിച്ചോണ്ട് പോയത്. ഇവിടെ എന്തോ കരിഞ്ഞു മണക്കുന്നു. മാഡം, ഈ ഡയലോഗ് ഇവിടെയും കൂടെ പറയല്ലേ. ഈ വൈദേഹിയായിട്ട് ഈ വീടിന് ഒരു ബന്ധമില്ല മാഡം. അതൊന്ന് വിട്. കാര്യം വൈദേഹിയുടെ ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളതിലാണ് കാര്യം. ആ കിളവി ആരായിരിക്കണം? അവര് കിഷോറിനെ എന്തായിരിക്കും കാണിച്ചത്? ആരും കാണരുതെന്ന ഭാവത്തിൽ പെട്ടെന്ന് അകത്തോട്ട് വിളിച്ചോണ്ട് പോയത് എന്തിന്? അല്ല, ആരും കാണാൻ പാടില്ലാത്ത രഹസ്യം എന്താ അതിലുള്ളത്? കണ്ടോ, ഒരൊറ്റ പ്രശ്നം, അതിന്റെ ടെൻഷൻ എത്ര വലുതാ നോക്ക്. വിടാൻ പാടില്ല. ഇത് വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. പിന്നെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. എന്റെ തല പൊട്ടി പൊളന്നു പോവും. മാഡം പ്ലീസ് മാഡം. നമുക്ക് എന്തിനാ ഇതൊക്കെ? വന്ന ജോലി നോക്കിട്ട് നമുക്ക് പോവാം മാഡം. അല്ല, വന്ന ജോലി നടക്കണമെങ്കിൽ ആദ്യം എന്റെ സംശയങ്ങൾ ക്ലിയർ ആവണം. അതെ അതെ. മാഡം 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 എന്താ മാഡം എന്താ ശ്രേയ വന്നിട്ടുണ്ട്. മാഡം വന്ന എനിക്കെന്താ? അതൊക്കെ നിങ്ങൾ നോക്കിയാ മതി. ഞാനിവിടെ വേറൊരു ടെൻഷനിലല്ലേ. വന്ന കാര്യം എന്താന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്ക്. മാഡത്തിന് എന്താ പറ്റിയേ? ഭയങ്കര ടെൻഷനിലാണല്ലോ. മാഡം അങ്ങനെയൊക്കെയാണ്. എവിടെ ചെന്നാലും ടെൻഷൻ തന്നെയാ. ഓരോന്ന് തുറന്ന് പിന്നെ അതിന്റെ പിന്നാലെ കൂടിക്കോളും. നിനക്കങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ലല്ലോ? എന്നെ കുറിച്ച് ആരും അറിയാത്തടത്തോളം ഒരു പ്രശ്നവുമില്ല. വന്ന ജോലി മര്യാദയ്ക്ക് ചെയ്താ മതി. ചെന്നിട്ട് ആ ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി വെക്ക്. ഇവിടെ തേച്ചു കഴുകലും വൃത്തിയാക്കലും ആണോ? ഹലോ, ഇവിടെ കളക്ടർ പണിക്കൊന്നുമല്ലല്ലോ വന്നേ. ആദ്യം ചെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ നോക്ക്. ശരി. വാ ദേവിട്ടാ. അയ്യോ ചെരുപ്പ്. എടി, എന്തിന്റെ കേടാ നിനക്ക്? നിന്നെ അമ്പലത്തിൽ ഇറക്കി വിടുന്നോടെ എന്റെ പണി കഴിഞ്ഞു. അമ്മ എന്നോട് അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോ ഒരു ക്യാബ് വിളിച്ച് പോയാൽ മതി. അതെന്താ ദേവേട്ടാ? അതെന്താന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ഇനി നിന്നെ എടുത്തോണ്ട് അമ്പലത്തിന് ചുറ്റും പ്രദർശനം നടത്തണോ? അത് വേണ്ട. പക്ഷെ വൈദേഹി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവോന്ന് എന്റെ മനസ്സിലിരുന്ന ആരോ പറയുന്നത് പോലെ. വൈദേഹി എന്നാ ശരി, അത്രയ്ക്ക് തിരക്കാണെങ്കിൽ സാരമില്ല. ഡേവിഡും പോയിക്കോ. ചെലപ്പോ വൈദേഹി എങ്ങനെയും കണ്ട എന്തേലും പറയണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ. എന്താ പറയണ്ടത് ദേവേട്ടാ? അല്ലെങ്കിൽ ഞാനും വരാം. നീ ഒന്നും പറയണ്ട. എന്റെ വൈദേഹിയോട് ഞാൻ പറഞ്ഞോളാം. ഇവിടെ ഉണ്ടോ എന്റെ വൈദേഹി? ഭാഗ്യമുണ്ട് കേട്ടാ. ദൈവത്തെ കാണാമെന്ന തന്നെ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് തന്നെ പറഞ്ഞു വിട്ടേക്കാം. അർച്ചനയാണോ അഭിഷേകാണോ? ദമ്പതിമാരുടെ പേരിൽ ഒരു അർച്ചന ചെയ്യണം. ആരടി ദമ്പതിമാര്? എന്നാ പേരും നക്ഷത്രം പറഞ്ഞോളൂ. ദേവൻ, വൈദേഹി. രണ്ടുപേരും 100 വർഷം സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് അർച്ചന ചെയ്തോളൂ. ഓം ഗണാനാം ത്വാ ഗണപതികും ഹവാമഹേ കവിം കവീനാം ഉപമശ്രവസ്തമം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുഃ ഗുരുദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഹിരണ്യവർണാം ഹരിണീം സുവർണരേതസ്രയാം.
എവിടെ പോയി കിടക്കും അവള്? ആയുഷ്മാൻ ഭവ മനോവാഞ്ച ഫലസിദ്ധിരസ്തു. എന്തുപറ്റി ദേവേട്ടാ? ഒന്നുമില്ല, കണ്ണിലെന്തോ പോയ പോലെ. എന്താ ദേവേട്ടാ? നീ അഹങ്കരിക്കില്ലെങ്കിൽ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇന്ന് എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടം തോന്നി. ഹലോ, എന്താണ്? നോ ടച്ചിങ്സ്. ഇങ്ങനെയുള്ളൊന്നും വേണ്ടെന്നാ പറഞ്ഞേ. സാരില്ലേ ദേവേട്ടാ, താലി കിട്ടിയതല്ലേ. ഇത് കണ്ടോ, വീണ്ടും പഴംപുരാണ്. നീ അർച്ചന ചെയ്യിച്ചത് ആരുടെ പേരില? വൈദേഹിയുടെയും ഈ ദേവന്റെയും. അതങ്ങനെ മതി. അതിനിടയ്ക്ക് ആരും വരണ്ട. നിന്റെ താലി എവിടെ മോളെ? താലി കെട്ടിന്നൊക്കെ പറയുന്ന കേട്ടു, പക്ഷെ കഴുത്തെ താലി കാണുന്നില്ലല്ലോ. ഒരു അപകടത്തിൽപ്പെട്ടപ്പോ പൊട്ടിപ്പോയതാ. ഭഗവതിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ചിരിക്ക. ഇനി എത്ര കാലമെന്ന് വെച്ചാ ദേവി നിന്റെ താലിക്ക് കാവല് നിക്ക. നിന്റെ കഴുത്തിലെ മംഗല്യമാണ് നിന്റെ സൗഭാഗ്യം. എത്രയും പെട്ടെന്ന് അതെടുത്ത് കഴുത്തിലിട്. ഇട്ടില്ലെങ്കിൽ ആ താലി കെട്ടിയവന് തന്നെ അപകടം സംഭവിച്ചേക്കും കുട്ടി. അപകടം ഏത് വഴിക്കാ വരുന്നെന്ന് പോലും പറയാൻ പറ്റില്ല. നിന്റെ മംഗല്യമാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നത്. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, താലി എടുത്തിട്. ആ താലി വീണ്ടും ദേവേട്ടനെ കൊണ്ട് തന്നെ കെട്ടിക്കണമല്ലോ. പക്ഷെ ഈ മുഖത്തോടെ ഞാൻ എങ്ങനെയാ ചോദിക്ക? സത്യം തുറന്ന് പറയണമെങ്കിൽ ആദ്യം എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയണം. അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ. അച്ഛൻ എത്ര നേരം വെച്ചാ നോക്കിക്കൊണ്ടിരിക്കുക? അങ്ങനെ എന്താ ഉള്ളേ ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ? ഇത് എത്ര കോടിയുടെ മുതലാന്ന് നിനക്ക് അറിയാത്തത് കൊണ്ടാ കിളവി. ഇത് എവിടെ നീട്ടിയതാ? ആഹാ, അതൊക്കെ ഇപ്പൊ നിങ്ങൾ അറിയുന്നത് എന്തിനാ? ഇത് വെച്ചോണ്ട് എത്ര തരാൻ പറ്റുമെന്നുള്ളത് മാത്രം പറ. ഒന്നും തടയില്ലെങ്കിൽ അതിങ്ങ് തന്നേക്ക്, വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. അങ്ങനെ പറയല്ലേ. മന്ദരമ്മയ്ക്ക് എന്തോ ഒരു ദേഷ്യം. ഞങ്ങളുടെ അടുത്ത് ആര് സ്വർണ്ണമായിട്ട് വന്നാലും ഏതാ എവിടെ നിന്ന് കിട്ടി
എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങള് വാങ്ങാറുള്ളൂ. ഒന്നും അറിയാതെ വാങ്ങിയിട്ട് പിന്നീട് പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാലോ? ഈ കിളവി ഇതെവിടുന്നെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാവോ?